ഇപ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ വളരെ കാര്യമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ തൂഫാൻ. കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഈ തൂഫാൻ്റെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ തോതിൽ മയക്കുമരുന്ന് ഉപയോഗം തടയാനുള്ള ഒരു സ്ക്വാഡും കുട്ടികൾക്കുള്ള ഒരു ബോധവൽക്കരണവും, കുട്ടിക്കാലത്ത് തന്നെ ഇത്തരം ലഹരി ഉപയോഗം വലിയ അപകടമാണ്, ഭാവി നശിക്കും, ഇതിന് ലഭിക്കുന്ന ശിക്ഷകൾ വലിയ കൂടി ശിക്ഷയാണ്, അങ്ങനെ ഒരുപാട് ബോധവൽക്കരണവും അതോട് അനുബന്ധിച്ച് ഏതെല്ലാം രീതിയിൽ മയക്കുമരുന്നുകൾ കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന മാർഗങ്ങൾ അത് മുഴുവൻ വളരെ ട്രാക്ക് ചെയ്തിട്ട് വളരെ മനോഹരമായി അത് ബ്ലോക്ക് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ ശരിക്കും നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. പക്ഷേ ഇതിൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഒരു സംഗതിയിലൊരു പ്രശ്നം ഉണ്ടാകുമ്പം അതിന് വേറെ പരിഹാരം കണ്ടെത്താൻ ആൾക്കാർ ശ്രമിക്കുക ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ലഹരി ഉപയോഗിച്ച് ശീലിച്ച ഒരാൾ അയാൾക്ക് ലഹരി ഉപയോഗിക്കുക, അത് കച്ചവടം ചെയ്യുക എന്നുള്ളതിന് അയാൾ വേറെ വഴി കണ്ടെത്തും. ഇപ്പം വളരെ വ്യാപകമായി കണ്ടെത്തുന്ന വഴി ഈ ക്യാൻസറിന് ഉപയോഗിക്കുന്ന പല മരുന്നുകളുണ്ട്. അതൊക്കെ ലഹരിയാണല്ലോ. കൂടിയ വേദന അനുഭവിക്കുന്ന രോഗികൾ, ക്യാൻസർ രോഗികൾ. അപ്പോൾ അവർക്ക് ആ വേദന മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ അല്ലെങ്കിൽ ക്യാൻസർ മരുന്നുകൾ അത് ലഹരി മരുന്ന് തന്നെയാണ്. അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല തുടങ്ങിയുള്ള മന്ത്രിമാർ വളരെ, നമ്മുടെ ആരോഗ്യമന്ത്രി, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഇവരെല്ലാം കൂടി കൈകോർത്തുകൊണ്ട് വളരെ സമർത്ഥമായിട്ടാണ് അതിൽ സ്കൂൾ അധ്യാപകന്മാർക്കും അതുപോലെ മറ്റ് എല്ലാ ഉദ്യോഗസ്ഥർക്കും നല്ല പങ്കുണ്ട്. അതിൽ കുട്ടികളും വളരെ താല്പര്യത്തോടെ കൂടെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ വിഷയം ഇതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് സുനീറിന്? ഇത് സാധാരണ ഒരു ലഹരി അഡിക്റ്റഡ് ആയിട്ടുള്ള ആള് അത് നിർത്തുമ്പോൾ ശരിക്കും അതിലും കൂടുതലായിട്ടുള്ള ഒരു അഡിക്ഷനിലേക്ക് പോവുക. പൊതുവെ നമ്മുടെ അനുഭവം അങ്ങനെയാണ്. പൊതുവെ സാധാരണ ചികിത്സയിൽ വരുന്ന ഒരുപാട് ഈ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. വർഷങ്ങളായിട്ട് പോലെ MDMA അതുപോലെ മറ്റുള്ള മയക്കുമരുന്ന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ പൊതുവെ ചികിത്സയിൽ വരുമ്പോൾ തന്നെ അവർ വേറെ അഡിക്റ്റഡിൽ പോകാവുന്ന രീതി കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പൾസ് നോക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ നിലവിലുള്ള എലമെന്റ് ബാലൻസ് ആകുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യും, മറ്റുള്ള അഡീഷണൽ താല്പര്യം ഇല്ലാതെയാണ് വരുന്നത്. പൊതുവേ നമ്മളറിയാം, ചില ഈ മദ്യപാനികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ സാധാരണ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, നമ്മൾ സാധാരണ രീതിയിൽ ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു വിശന്നിട്ട് മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മറ്റുള്ള അഡിക്ഷനോട് ഇതിനോട് താല്പര്യം കുറയുന്നുണ്ട്. മദ്യം കഴിക്കാനുള്ള ടെൻഡൻസി കുറയുന്നുണ്ട്. പലരും ഇതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സുനീർ പറഞ്ഞ പോലെ ആളുകൾക്ക് മയക്കുമരുന്ന് ഒന്ന് ടേസ്റ്റ് നോക്കാം. യുവത്വത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാം അറിയാനുള്ള വലിയ കൗതുകം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ലഹരി അതെന്താണെന്ന് അറിയാനുള്ള കൗതുകം ഉണ്ടാവും. ഒരു പ്രാവശ്യം അത് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഒഴിവാക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേ തന്നെ ഇതിൻ്റെ അഡിക്ഷൻ്റെ ഉള്ളിലേക്ക് അകപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെയും അത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റൊക്കെ പലതും ഉണ്ടെങ്കിലും അക്യുപങ്ക്ചറിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പൾസ് ഡയഗ്നോസ് ചെയ്തിട്ട് അവരെ ഇംബാലൻസായ എലമെൻറ്റിനെ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം അവരുടെ ഉള്ളിൽ എന്തൊരു സംഗതിയാണോ അഡിക്റ്റ് ആയിട്ടുള്ളത് അതിനോട് ഒരു വെറുപ്പുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മളെ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ലഹരി മുക്തമായൊരു കേരളമാണ് ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇതേപോലെയുള്ള വിദ്യാർത്ഥികൾ, വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ, അവരുടെ ഫ്യൂച്ചർ സ്പോയിലാവുക ചെയ്യുന്നത്. അപ്പോൾ അവർ ഫ്യൂച്ചർ സ്പോയിലാവാതിരിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ നമ്മുടെ എന്താ പറയുക, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നമുക്ക് മുക്തണം പ്രശംസിക്കാം. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും അലോപ്പതി മരുന്നുകൾ ഇത്ര സുലഭമായി ലഭിക്കുന്നില്ല. കാരണം അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു അപകടങ്ങളൊക്കെ ആ രാജ്യം അനുഭവിച്ച്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്രയും സ്ട്രിക്റ്റായിട്ട് മാത്രമാണ് മെഡിസിൻ അവിടെ അവൈലബിൾ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എപ്പോഴും UK, അതുപോലെ ലണ്ടൻ, അതേപോലെ തന്നെ മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും, അതേപോലെ അമേരിക്കൻ, നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അവരൊന്നും തന്നെ അത്ര ഈസി ആയിട്ട് മെഡിസിൻ അവൈലബിൾ ആക്കുന്നില്ല. പലർക്കും മെഡിസിനെ ഒരു ഭയത്തോടെയാണ് കൈകാര്യം ചെയ്തത്. പക്ഷെ നമ്മളിവിടെ വളരെ സുലഭമായി ലഭിക്കുന്നു എന്നുള്ളത് ഒരു കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഒരു സംഗതി നിരോധിക്കുകയും അത് പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് പകരം ക്യാൻസർ മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് വിഷയമാണ്. ഏതായാലും ഇതിനൊക്കെ ശരിക്കുള്ള പരിഹാരം എനിക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളെ ചികിത്സാ കാഴ്ചപ്പാടിൽ മാറ്റം വന്നാൽ നന്നായിരിക്കും. എന്ന് വെച്ചാൽ എന്തൊക്കെ അസുഖങ്ങൾക്കാണോ അവരിപ്പം മരുന്ന് ഉപയോഗിക്കുന്നത് അതിനേക്കാളും എഫക്റ്റീവായിക്കൊണ്ട്, ചിലവ് കുറഞ്ഞുകൊണ്ട്, പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എത്രത്തോളം സമൂഹത്തിന് സൗകര്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കും. തീർച്ചയായും. ഏതായാലും നമ്മുടെ ഗവൺമെൻറ്റിനെ ഒരു ഭാഗത്ത് പ്രശംസിക്കുമ്പോഴും മറുഭാഗത്ത് ഇതിൻ്റെ ഒരു ആവശ്യകത, അക്യുപങ്ക്ചറിൻ്റെ ആവശ്യകത ഗവൺമെൻറ് മനസ്സിലാക്കണമെന്ന് കൂടെ ആഗ്രഹിക്കുകയാണ്.
ഏതായാലും നമ്മുടെ സമൂഹം ഒരു ലഹരി മുക്ത കേരളമാകാൻ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതലമുറ അങ്ങനെ ആവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ എന്താരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതേപോലെ ഉള്ള വളരെ സുരക്ഷിതമായ അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ ഇപ്പം നമ്മുടെ ന്യൂറോണൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ബോഡിയിൽ തന്നെ ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഈ സാധാരണ ഉപയോഗിക്കുന്ന അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള നമ്മളെ ബോഡിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കെമിക്കലൊക്കെ. ശരീരം ഉപയോഗിക്കുന്ന കെമിക്കൽ ശരീരത്തിന് ഒരിക്കലും ദോഷം ചെയ്യില്ല. അതെ, ബോഡി നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മോർഫിനും അതേപോലെയുള്ള ഒരുപാട് എൻഡോഫിനും ഒക്കെ ഉണ്ടല്ലോ. ഇത് സെറോട്ടോണിൻ ഇതൊക്കെ അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ ക്ലിയർ ആയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരോട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം സപ്ലിമെൻ്റ് ചെയ്യുന്ന ഈ ഒരു മെഡിസിനേക്കാളും ബോഡിയിലെ നമ്മളെ സ്റ്റിമുലന്റ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരം ഹോർമോണുകൾ, ഇത്തരം എന്താ പറയുക പ്രോസസ്സുകളിലൂടെ നമുക്ക് ചികിത്സ അക്യുപഞ്ചർ ഉപയോഗപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഏതായാലും നമ്മുടെ വരും തലമുറ ഈ ഒരു കാര്യത്തിനെ ഉപയോഗപ്പെടുത്തണമെന്നും കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്നും അക്യുപങ്ക്ചറിലുള്ള സാധ്യത അത് ഒന്ന് വളരെ ചിലവ് കുറവാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ല, പിന്നെ ലളിതമാണ്, മറ്റൊരു തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾക്കുള്ള അപകട സാധ്യത ഒന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിലെ ചികിത്സ വലിയ എക്സ്പെൻസീവായി. ഇപ്പം KKR പോലെയുള്ള വലിയ വലിയ കമ്പനികൾ ഇവിടെ മാർക്കറ്റിൽ ഒരു ലക്ഷ്യം വെക്കുന്നത് തന്നെ ഇവിടെ ജനങ്ങളുടെ ഈ ഒരു എന്താ പറയുക മരുന്നിനുള്ള അഡിക്ഷനാണ്, അല്ലെങ്കിൽ വലിയ തോതിൽ മരുന്നിൻ്റെ കൺസംഷനാണ്. അപ്പോൾ മരുന്നില്ലാതെ എങ്ങനെ രോഗങ്ങളെ മാനേജ് ചെയ്യാം, മരുന്നില്ലാതെ എങ്ങനെ രോഗങ്ങളെ ഫേസ് ചെയ്യാം, ഈ രോഗങ്ങളെ പൂർണ്ണമായി ഒരു സൗഖ്യത്തിലേക്ക് എങ്ങനെ എത്തിക്കാം, ഇതിനെപ്പറ്റിയുള്ള ഒരു ഡിസ്കഷനും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനും ഒക്കെ ജനങ്ങൾക്ക് വന്നിരുന്നെങ്കിൽ കൂടുതലായിരിക്കും. വളരെ ഉപകാരം. നല്ല കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചില യുവാക്കളിൽ ഒരുപാട് ചികിത്സയിൽ വരുന്നുണ്ട്. ഇപ്പോൾ പല അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ക്ലിനിക്കിൽ വരുന്നുണ്ട്, ധാരാളം വരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ കുറഞ്ഞ ഒരു മാസം 1.5 മാസം കൊണ്ട് തന്നെ അവർ സാധാരണ ഇത്തരം അഡിക്ഷനിൽ നിന്ന് അവർ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ നേട്ടമാണ്. പക്ഷെ അത് ശരിക്കും ജനങ്ങളും മനസ്സിലാക്കുന്നില്ല, ഗവൺമെൻറ്റും ശരിക്കും ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് ഗവൺമെൻറ് ചെയ്യുന്ന വലിയൊരു നേട്ടമായിരിക്കും. ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക, തീർച്ചയായും ഒരു എന്ന് വെച്ചാൽ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലഹരിമുക്ത കേരളം, അല്ലെങ്കിൽ ഭാവി തലമുറ ലഹരി ഉപയോഗിക്കുന്ന തലമുറയാകുമ്പോഴാണ് ലോകത്ത് വലിയ സംഭാവനകൾ സമർപ്പിക്കാൻ ഈ ജനങ്ങൾക്ക് കഴിയുള്ളൂ, ഈ വളർന്നു വരുന്ന കുട്ടികൾ കഴിയുമെന്നുള്ളതാണ് ഗവൺമെൻറ് ഒരു ടാസ്ക്. ഏതായാലും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ ഒരു സൈഡും കൂടെ കൃത്യമായി അവർ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ ദ ഡിസ്കഷൻ. താങ്ക് യു.